വെരിക്കോസ് വെയിൻ കംപ്ലൈൻറ്റിന് പ്രകൃതി ചികിത്സയിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് ഉണ്ടോ? ഉപവാസത്തിലൂടെ വെരിക്കോസ് വെയിൻ പരിഹരിക്കാനാകുമോ? ഞാൻ ഡോക്ടർ ജെന്നി കളത്തിൽ. എല്ലാവരും സന്തോഷമായിട്ട് ആരോഗ്യമായിട്ടിരിക്കുന്നുണ്ടെന്ന് കരുതുന്നു. ഇന്ന് വെരിക്കോസ് വെയിനെ കുറിച്ചാണ് പറയുന്നത്. വെരിക്കോസ് വെയിൻ എന്ന് കേൾക്കാത്തവരൊന്നും ഉണ്ടാവില്ല. കാലുകളിലൊക്കെ പ്രധാനമായിട്ടും ഇങ്ങനെ സ്പൈഡർ വെബ് പോലെ ഞരമ്പുകളൊക്കെ ഇങ്ങനെ ഒരു പച്ച കളറിൽ ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്നതായിട്ട് മിക്കവാറും ആളുകൾ കണ്ടിട്ടുണ്ടായിരിക്കും. മിക്കവാറും ആളുകൾ ഇത്തിരിയൊക്കെ ഒന്ന് തടി വയ്ക്കുമ്പോഴേക്കും അല്ലെങ്കിൽ അധിക നേരം നിന്ന് ജോലി ചെയ്യുന്നവരിലും ഇനി പ്രായം കൂടുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മളിത് പൊതുവെ കാണാറുണ്ട്. എന്താണ് വാസ്തവത്തിൽ ഈ പച്ച ഞരമ്പുകൾ? സാധാരണഗതിയിൽ ചെറുപ്പകാലത്തൊന്നും നമ്മളിത് കാണുന്നില്ല. ഒരു പ്രത്യേക രീതിയിൽ നമ്മുടെ ജീവിതശൈലി മാറുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രായം കഴിയുമ്പോൾ ഇത് കണ്ടു തുടങ്ങുന്നു. എന്തായിരിക്കും ഇവിടെ സംഭവിക്കുന്നത്? വെരിക്കോസ് വെയിൻ എന്താണെന്നുള്ളതൊന്ന് ചുരുക്കി പറയാം. നമ്മുടെ രക്തക്കുഴലുകളിലല്ല, അതായത് ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുചെന്ന്, അതായത് ശുദ്ധീകരിക്കേണ്ടതായിട്ടുള്ള രക്തത്തെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്നത് വെയിനുകൾ വഴിയാണ്. ഹൃദയത്തിൽ നിന്നും ശുദ്ധീകരിച്ച രക്തത്തെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് രക്തക്കുഴലുകൾ, ആർട്ടറികൾ വഴി. അപ്പോൾ ഈ വെയിനുകളുടെ ജോലി എന്ന് പറയുന്നത് ശരീരത്തിലുള്ള മുഴുവൻ ശുദ്ധരക്തവും ഓക്സിജനേറ്റഡ് ബ്ലഡിനെയും ഇങ്ങോട്ട് ഹൃദയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഹൃദയം അത് പതുക്കെ ഒരു ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് മറ്റവയവങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കി വീണ്ടും ശുദ്ധരക്തത്തെ ശരീരത്തിലേക്ക് എത്തിക്കും. അപ്പോൾ ഈ ഒരു ഓക്സിജനേറ്റഡ് ബ്ലഡ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും എത്തിക്കേണ്ട വലിയ ഉത്തരവാദിത്തമാണ് വെയിനുകൾക്കുള്ളത്. ഈ ഉത്തരവാദിത്തം കൃത്യമായിട്ട് നിറവേറ്റുന്നതിന് വേണ്ടി തന്നെ എല്ലാ രക്തക്കുഴലുകൾ ഒരു പൈപ്പായിട്ടല്ലേ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുക. ഈ രക്തക്കുഴലിൻ്റെ എല്ലാം ഉള്ളിൽ, ഈ പൈപ്പുകളുടെ എല്ലാം ഉള്ളിൽ വാൽവുകളുണ്ട്. എന്തിനാ വാൽവുകൾ? ഇപ്പോൾ കാലിൽ നിന്നുള്ള രക്തം ഹൃദയത്തിലേക്ക് മുകളിലേക്ക് ഒഴുകണം. അപ്പോൾ മുകളിലേക്ക് ഒഴുകുന്ന രക്തം പിന്നെ താഴോട്ട് ഒഴുകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ താഴോട്ട് ഒഴുകാതിരിക്കാൻ വേണ്ടി ശരീരം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒന്നാണ്, പ്രകൃതി രൂപകൽപ്പന ചെയ്തതാണ് ഈ വാൽവുകൾ. അതായത് രക്തം വെയിനുകളിലൂടെ മുകളിലേക്ക്, കാലിൽ നിന്ന് ഇങ്ങോട്ട് മുകളിലേക്ക് പ്രവഹിക്കുമ്പോൾ, ഒഴുകുമ്പോൾ വാൽവുകൾ തുറക്കും. വാൽവുകൾ തുറന്ന് രക്തം മുകളിലേക്ക് ഒഴുകുന്നു. ഉടനെ തന്നെ വാൽവുകൾ അടയും. പിന്നെ വീണ്ടും ആ രക്തം താഴോട്ട് ഒഴുകാതിരിക്കാനായിട്ട് വീണ്ടും വാൽവുകൾ തുറക്കുന്നു, രക്തം മുകളിലേക്ക് ഒഴുകുന്നു. ഒഴുകിക്കഴിഞ്ഞാൽ ഉടനെ സ്റ്റോപ്പ് ചെയ്യുന്നു, വീണ്ടും വാൽവുകൾ അടയുന്നു. ഇങ്ങനെ ഒരു പ്രക്രിയ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ രക്തക്കുഴലിൽ, വെയിനുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വെരിക്കോസ് വെയിൻ എന്ന കംപ്ലൈൻറ്റ് വരുന്നവല്ലേ, ഈ വാൽവുകളുടെ ആരോഗ്യം കുറയുന്നു. രക്തം വെയിനിലൂടെ മുകളിലേക്ക് ഒഴുകുന്നു. ഒഴുകിക്കഴിഞ്ഞാൽ ഉടനെ അടയേണ്ടതായിട്ടുള്ള വാൽവിന് അടയാൻ പറ്റാതെ അതിന് ആരോഗ്യക്കുറവ് സംഭവിച്ച് എന്തുണ്ടാവുന്നു? ആ വാൽവ് തുറന്നു തന്നെ ഇരിക്കുന്നു. ഇപ്പോൾ രക്തം ഒഴുകിയാലും മുകളിലേക്ക് ഒഴുകിയാലില്ലെങ്കിലും ഈ വാൽവ് പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ എന്താ സംഭവിക്കുക? മുകളിലേക്ക് ഒഴുകിയ രക്തം, ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് മുഴുവനായിട്ടും മുകളിലേക്ക് ഒഴുകി എത്താതെ കുറച്ചൊക്കെ താഴോട്ട് തന്നെ പോരുന്നു, ഈ വെയിനുകളിൽ കെട്ടിക്കിടക്കുന്നു. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? വെയിൻ കുറച്ചൊന്ന് ഡയലേറ്റ് ചെയ്യേണ്ടി വരും അല്ലേ? മുകളിലേക്ക് എത്തേണ്ട ബ്ലഡായിരുന്നു, പക്ഷെ അത് താഴോട്ട് തന്നെ വരുമ്പോൾ അത് ഈ രക്തക്കുഴലിന്, ഈ വെയിനിന് ഒരു പ്രഷറാണ്. അവിടെ ബ്ലഡ് പ്രഷർ കൂടുകയാണ്. നമ്മുടെ വെയിനിൻ്റെ അകത്ത് ഒരു പ്രഷർ കൂടുന്നു. ഇനി എല്ലാ രക്തക്കുഴലുകളും നല്ല ഇലാസ്റ്റിസിറ്റി ഉള്ളതാണ്. ഇലാസ്റ്റിക്കിൻ്റെ പ്രത്യേകത എന്താ? നമുക്ക് വലിച്ചിങ്ങനെ സ്ട്രെച്ച് ചെയ്യാം അല്ലേ? അത് കഴിഞ്ഞ് വിട്ടാൽ വീണ്ടും പൂർവ്വസ്ഥിതി പ്രാപിക്കും. എന്നാൽ ഒരു ഇലാസ്റ്റിക്കിൻ്റെ വള്ളി നമ്മൾ കുറേ നേരം ഇങ്ങനെ മാക്സിമം സ്ട്രെച്ച് ചെയ്ത് പിടിച്ചാൽ എന്താ സംഭവിക്കുക? കുറേ കാലം കൊണ്ട് അതിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും. പിന്നെ നമ്മളത് വിട്ട് കഴിഞ്ഞാലും ഒരു പക്ഷേ ആ സ്ട്രെച്ച്ഡ് ആയത് എത്ര നീളത്തിലാണോ അതുപോലെ തന്നെ അത് തുടരും. അതിന് വീണ്ടും പൂർവ്വസ്ഥിതി പ്രാപിക്കാൻ സാധിക്കുന്നില്ല, കാരണം അതിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടു. ഇതുപോലെ തന്നെ നമ്മുടെ വെയിൻസ് എല്ലാം ഇലാസ്റ്റിസിറ്റി ഉള്ള ഒന്നാണെങ്കിലും രക്തമൊഴുകുമ്പോൾ അത് വികസിക്കുകയും പിന്നെ വീണ്ടും ചുരുങ്ങി പൂർവ്വസ്ഥിതി പ്രാപിക്കാൻ കെൽപ്പുള്ളതുമാണ്. എങ്കിലും ഈ രക്തം കൂടുതലായിട്ട് വാൽവുകളുടെ ആരോഗ്യക്കുറവൊക്കെ വഴി രക്തം വീണ്ടും താഴോട്ട് തന്നെ കെട്ടിക്കിടക്കാനായിട്ടുള്ളൊരു സ്ഥിതി വന്നാൽ, കുറേ അധികം ഫ്ലൂയിഡ് അക്യുമുലേഷൻ അധികമായിട്ട് വരുമ്പോൾ ദീർഘനാൾ വെയിനുകൾ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നിൽക്കേണ്ടി വരികയും അതിൻ്റെ ഭാഗമായിട്ട് ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ വെയിൻസ് ഇങ്ങനെ ബൾജ് ചെയ്ത് തന്നെ നിൽക്കും. ഇതിൻ്റെ എല്ലാം പുറമെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻസ് വരുമ്പോൾ, തടി കൂടുന്നു, അല്ല പ്രമേഹമോ അങ്ങനെ ഏത് തരത്തിലുള്ള വിഷയങ്ങളായിക്കോട്ടെ, സിസ്റ്റമിക് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻസ് നമ്മുടെ ശരീരത്തിലുള്ളിടത്തോളം ഈ വെയിൻസിൻ്റെ ആരോഗ്യക്കുറവിനുള്ള സാധ്യത വീണ്ടും വീണ്ടും കൂടുകയാണ്. അപ്പോൾ ഇങ്ങനെ ബൾജ് ചെയ്ത് ഇങ്ങനെ വല്ലാതെ നിൽക്കുമ്പോൾ, വെരിക്കോസ് വെയിൻ്റെ പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ചിലർക്ക് പെയിൻ വരാം, ചിലർക്ക് ചൊറിച്ചിൽ വരാം, കടച്ചിലും അസ്വസ്ഥതകളും ഒക്കെ വരാം. ഇതാണ് ഇൻ ജനറൽ നമുക്ക് വെരിക്കോസ് വെയിൻ എന്നുള്ള കണ്ടീഷൻ എന്താണെന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കാവുന്നത്. ഇനി ഇതിനൊരു കാരണം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രോബ്ലം, പ്രത്യേകിച്ചും ഇത്രയും പ്രധാനപ്പെട്ട ജോലി ചെയ്യുന്ന ഒരു ഭാഗത്തിന് ഇങ്ങനൊരു ആരോഗ്യക്കുറവ് ഉണ്ടാവണമെങ്കിൽ കൃത്യമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവണം. അതെന്തൊക്കെയായിരിക്കും?
ഏറ്റവും പ്രധാനമായിട്ട് സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ. ഒരു തരത്തിലും എക്സസൈസ് ഇല്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഉറക്കമില്ല, ഒരു ചിട്ടയില്ലാത്ത ജീവിതമാണ് ഏറ്റവും പ്രധാന കാരണമായിട്ട് പറയാൻ സാധിക്കുന്നത്. ഇനി എക്സസൈസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലോ സർക്കുലേഷനൊക്കെ വളരെ പുവറായിരിക്കും അല്ലേ, ബ്ലഡ് സർക്കുലേഷൻ പുവറായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് കൃത്യമായിട്ടുള്ള രക്തോട്ടമൊന്നും ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ട് വെരിക്കോസ് വെയിൻ്റെ പ്രോബ്ലം ഉണ്ടാവാം. ഇനി അമിത അധ്വാനം വഴിയും വരാം. ശരീരത്തിന് ചെയ്യാൻ പാകത്തിനുള്ളതല്ലാതെ അതിനേക്കാൾ കൂടി അധ്വാനം ചെയ്യുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ഒരു ആരോഗ്യക്കുറവ് ശരീരം കാണിക്കാം. അതിൻ്റെ ഭാഗമായിട്ടും വെരിക്കോസ് വെയിൻ ഉണ്ടാവും. പിന്നെ ക്രോണിക് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻസ് ബോഡിയിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് വെരിക്കോസ് വെയിൻ്റെ ഒരു പ്രധാന കാരണമാണ്. ഇനി ഇതിൻ്റെ അപ്പുറത്ത് നല്ല സ്ട്രെസ്, ഇമോഷണലായിട്ടാണ് ഈ സ്ട്രെസ് ഉണ്ടാവുന്നത്. പക്ഷേ ആ സ്ട്രെസ്സ് നമ്മുടെ രക്തക്കുഴലുകളുടെ ആരോഗ്യത്തെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. ഹോർമോണൽ ഇംബാലൻസ്, ഹോർമോണൽ ചേഞ്ചസ് ശരീരത്തിലുണ്ടാവുന്നു. അതൊരു ഇംബാലൻസിലേക്ക് പോകുന്നു. വീണ്ടും അതിനെ തിരിച്ച് നോർമൽ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ അനുവദിക്കുന്നില്ല എങ്കിൽ അതും ഒരു പ്രധാന കാരണമാണ്. ഇതും കൂടാതെ നമ്മുടെ ബ്ലഡ് വെസലിൻ്റെ വാളുകൾ, ഉള്ളിലെ ലെയറുകളൊക്കെ ആരോഗ്യം കുറഞ്ഞതാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും ഇത് സംഭവിക്കാം. എന്തായാലും ഈ പറഞ്ഞ എല്ലാ കാരണങ്ങളും നമ്മുടെ ലൈഫ് സ്റ്റൈലുമായി മാത്രം ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ ഈ രോഗത്തിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് എന്തായിരിക്കും? ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കണം. അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? ഇപ്പോൾ പ്രകൃതി ചികിത്സയിൽ ഇതിനെ എങ്ങനെയൊക്കെ പരിഹരിക്കാനായിട്ടുള്ള വഴികളുണ്ട്, കുറേ വഴികളുണ്ട്. അതിലൊരു വഴിയാണെന്ന് പറയുന്നത് ഫാസ്റ്റിംഗ്. ഫാസ്റ്റിംഗ് ആണ് ഏറ്റവും വലിയ ആയുധം. ഫാസ്റ്റിംഗ് വഴി എങ്ങനെയാണ് നേച്ചുറോപ്പതിയിൽ ഈ ഒരു വെരിക്കോസ് വെയിനെ പരിഹരിക്കുന്നത്? അതിൻ്റെ ഒരു ശരീരത്തിൻ്റെ ഒരു സയൻസിൻ്റെ ഒരു ഭാഗം പറഞ്ഞു തരാം. ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ശുദ്ധജലം മാത്രം കുടിച്ചുകൊണ്ടുള്ള ഫാസ്റ്റിംഗ് ആവാം, ജ്യൂസ് ഫാസ്റ്റിംഗ് ആവാം. ഏത് ടൈപ്പ് ഫാസ്റ്റിംഗ് ആണെങ്കിലും, കൃത്യമായിട്ടുള്ള തെറാപ്യൂട്ടിക് ഫാസ്റ്റിംഗ് ആണെങ്കിൽ അവിടെ ശരീരം ഓട്ടോഫേജി എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. ഓട്ടോഫേജി എന്ന് പറയുന്നതിലാണ് ഈ സെല്ലുലാർ ലെവലിലുള്ള കറക്ഷനുകൾ, റിപ്പയറുകൾ നടക്കുന്നത്. ഈ വെരിക്കോസ് വെയിൻ ഉള്ള കണ്ടീഷൻസിൽ ഫാസ്റ്റിങ്ങിൽ എന്താ സംഭവിക്കുന്നത്? ഓട്ടോഫേജി വഴി കണക്റ്റീവ് ടിഷ്യൂസ് എല്ലാം ഡാമേജ് ആയിരിക്കുന്ന അവസ്ഥയിൽ ആ കണക്റ്റീവ് ടിഷ്യൂസിൻ്റെ ഡാമേജുകൾ റിപ്പയർ ചെയ്യാൻ ഓട്ടോഫേജി വഴി സാധിക്കും. സെല്ലുലാർ ലെവലിൽ ഏതൊക്കെ സെൽസാണോ ഡാമേജ്ഡ് ആയിട്ടുള്ളത് അവിടെയെല്ലാം ഒരു റീസൈക്ലിംഗ് നടന്ന് ഒരു പക്ഷേ പുതിയ സെല്ലുകളുടെ നിർമ്മാണം, അങ്ങനെ വീക്കായിട്ടുള്ള ആരോഗ്യം കുറഞ്ഞ കണക്റ്റീവ് ടിഷ്യൂസിനെയും നമ്മുടെ വെയിൻസിൻ്റെ ഉള്ളിലത്തെ ലെയറുകളെയൊക്കെ റീസൈക്കിൾ ചെയ്ത് അവിടെയൊക്കെ പുതിയ സെല്ലുകൾ കൊണ്ടുവന്ന് എല്ലാ തരത്തിലുള്ളൊരു കറക്ഷൻ നടത്താൻ നമ്മുടെ ശരീരത്തിന് സാധിക്കും. എങ്ങനെ? ഫാസ്റ്റിങ്ങിലൂടെ സംഭവിക്കുന്ന ഓട്ടോഫേജി വഴി. ഇതിലൂടെ വലിയൊരു കറക്ഷൻ വാസ്തവത്തിൽ വെരിക്കോസ് വെയിൻ്റെ കേസിൽ സംഭവിക്കുന്നതാണ്. ഇനി ഇത് കൂടാതെ ഫാസ്റ്റിങ്ങിൽ ഇൻഫ്ലമേഷൻസിന് വേണ്ടി പ്രവർത്തിക്കുന്ന കെമിക്കൽസിൻ്റെ അളവ് വളരെയധികം കുറയും. അതിൻ്റെ ഭാഗമായിട്ട് വെയിൻസിലെ പ്രഷർ വളരെയധികം കുറയും. കാരണം വെയിൻസിൽ സ്വെല്ലിംഗ് ഉണ്ട്. ആ സ്വെല്ലിംഗ് കംപ്ലീറ്റ് ആയിട്ട് ഫാസ്റ്റിങ്ങിൽ ഇല്ലാതെയാവും. ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന സൈറ്റോകൈൻസൊക്കെ മുഴുവനായിട്ടും ഈ ഫാസ്റ്റിംഗ് പീരീഡിൽ അങ്ങോട്ട് കുറയുകയാണ്, അല്ലെങ്കിൽ ഇല്ലാതെയാവുക തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഇതോടൊപ്പം തന്നെ ഫാസ്റ്റിംഗ് പീരീഡിൽ രക്തത്തിൻ്റെ വിസ്കോസിറ്റിയിൽ വ്യത്യാസം വരുന്നുണ്ട്. വളരെ തിക്കായിട്ടുള്ള ഒരവസ്ഥയിൽ നിന്നും കുറച്ച് തിന്നായിട്ടുള്ള ബ്ലഡായി മാറുന്നുണ്ടത്രേ. അതിൻ്റെ ഭാഗമായിട്ടും ഈ വെയിൻസിലെ പ്രഷർ കുറയും. ഇത് വെരിക്കോസ് വെയിനെ ഹീൽ ചെയ്യാനായിട്ടുള്ള ശരീരത്തിൻ്റെ ശ്രമത്തെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇനി ഇതും കൂടാതെ നമ്മുടെ രക്തക്കുഴലിൻ്റെ ഒരു ഉള്ളിലുള്ള ലൈനാണ് എൻഡോത്തീലിയം എന്ന് പറയുന്നത്. ഇതിന് കൂടുതൽ ഡാമേജ് വരും, പ്രത്യേകിച്ചും വെരിക്കോസ് വെയിൻ്റെ കണ്ടീഷനിലൊക്കെ. ഈ എൻഡോത്തീലിയത്തെ റിപ്പയർ ചെയ്യാനായിട്ടുള്ള നൈട്രിക് ഓക്സൈഡിൻ്റെ പ്രൊഡക്ഷൻ ഫാസ്റ്റിംഗ് പീരീഡിലുണ്ടാവും. അങ്ങനെ വെരിക്കോസ് വെയിൻ്റെ ആ ഒരു പ്രോബ്ലം പരിഹരിക്കുക എന്ന് പറയുന്നത് വെയിനിൻ്റെ ആരോഗ്യത്തെ പൂർണ്ണമായും വീണ്ടെടുത്തുകൊണ്ടായിരിക്കും. അല്ലാത്തൊരു പക്ഷം ശരീരത്തിന് സ്വയം ഈ വാൽവുകളുടെ അല്ലെങ്കിൽ ഈ വെയിനിൻ്റെ ആരോഗ്യം തിരിച്ചു പിടിക്കുക എന്നുള്ളതല്ലാതെ പെർമനൻ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ ഈ ഒരു പ്രോബ്ലത്തിന് മനുഷ്യൻ്റെ ബുദ്ധി വെച്ചുകൊണ്ട് കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമാണ്. എന്നാൽ നമ്മുടെ ശരീരത്തിന് സാധിക്കും. ഈ ഫാസ്റ്റിങ്ങിലൂടെ എൻഡോത്തീലിയത്തിൻ്റെ ഫംഗ്ഷനൊക്കെ വീണ്ടെടുത്ത് മൈക്രോ സർക്കുലേഷനൊക്കെ പുനരാരംഭിച്ച് നമ്മുടെ വെയിനുകൾ, രക്തക്കുഴലുകൾ വളരെ ആരോഗ്യകരമായിട്ടൊരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ്. അപ്പോൾ പ്രകൃതി ചികിത്സയിലൂടെ വെരിക്കോസ് വെയിൻ പരിഹരിക്കുമ്പോൾ എന്തൊക്കെ നേട്ടങ്ങളാണ് നമുക്കുണ്ടാവുന്നത്? വളരെ സ്ട്രോങ് ആയിട്ടുള്ള രക്തക്കുഴലിൻ്റെ ലെയറുകൾ. കാരണം കുറേ ലെയറുകളുണ്ട് ഓരോ രക്തക്കുഴലിനും. ഈ ലെയറുകളുടെ ആരോഗ്യം വീണ്ടെടുക്കുക എന്നുള്ളത് ഫാസ്റ്റിംഗ് വഴി സാധിക്കും. ലിംഫാറ്റിക് ഡ്രെയിനേജ് സിസ്റ്റം വളരെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും ഫാസ്റ്റിംഗ് പ്രാക്ടീസിലൂടെ. ഇനി ശരീരത്തിലെ ഇൻഫ്ലമേഷൻസ് നല്ലവണ്ണം കുറച്ചുകൊണ്ട് സ്റ്റിഫ്നെസ്സും കടച്ചിലും പെയിനും എല്ലാം ഇല്ലാതെയാകും ഫാസ്റ്റിങ്ങിലൂടെ.
ഇനി ഇതിൻ്റെ എല്ലാം അപ്പുറത്ത് നമ്മുടെ വെയിനുകളുടെ, നമ്മുടെ രക്തക്കുഴലുകളുടെ ആകവെയുള്ള ആരോഗ്യത്തെയാണ് ഉപവാസത്തിലൂടെ ശരീരം വീണ്ടെടുക്കുന്നത്. ഇങ്ങനെയാണ് പ്രകൃതി ചികിത്സയിലൂടെ വെരിക്കോസ് വെയിൻ പരിഹരിക്കപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലായില്ലേ? ഇത് ഒരു വഴി. ഇതുപോലെയുള്ള ഒരുപാട് വഴികളുണ്ട്. ഉപവാസത്തിലൂടെയുള്ള ഒരു മാർഗ്ഗമാണ് ഈ വീഡിയോയിൽ ഇപ്പോൾ പ്രതിപാദിച്ചത്. ഇനി ഭക്ഷണത്തിലൂടെ, എക്സസൈസിലൂടെ, ഇങ്ങനെ പല 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 സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റുകൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇതെല്ലാം നൽകിക്കൊണ്ടാണ് വാസ്തവത്തിൽ വെരിക്കോസ് വെയിൻ പൂർണ്ണമായിട്ടും ഹീൽ ചെയ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിന് ഒരു സൗകര്യം ഒരുക്കി കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് ഒരു രോഗമല്ല, അല്ലെങ്കിൽ നിസ്സാര സമയം കൊണ്ട് ശരീരത്തിന് സ്വയം പരിഹരിക്കാവുന്ന ഒരു വിഷയം മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്ന് പറയാൻ ആഗ്രഹിച്ചത്. ഇനി അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കാണാം. സന്തോഷമായിട്ട് ആരോഗ്യമായിട്ടിരിക്കും എല്ലാവരും. താങ്ക് യു.